ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്നതിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ ഇപ്പൊ രാവിലത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ നേരെ ഒരു കടയിൽ പോയി ഈ 2 ആപ്പിളാണ് ഞാൻ വാങ്ങിയത്. എല്ലാ ദിവസവും ഓരോ ആപ്പിൾ വീതം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് എവിടെന്നോ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണമായിട്ട് ഞാനിപ്പോ കഴിച്ചത് ആപ്പിളായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയാവണത്തിന് മുന്നേ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ ഇന്നലെ വാങ്ങി വെച്ച കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു മുന്തിരിനെയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് എല്ലാവരുടെയും നല്ല മഴയായതുകൊണ്ട് ഉച്ചയായിട്ടും സൂര്യനെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒരു റെയിൻകോട്ട് ഇട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാന്ന് വിചാരിച്ച ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി എല്ലാ പഴത്തൊന്നും ഓരോരോ പഴം വീതം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് ആ പഴങ്ങളിലൊക്കെ മുറിച്ചെടുത്ത് ഒരു ഫ്രൂട്ട് സലാഡ് പോലെ ആക്കി ഉച്ചയ്ക്ക് ഞാൻ അത് മുഴുവനും ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു. അങ്ങനെ ഇപ്പൊ വയർ ഫുള്ളായി. അതിനുശേഷം ഉച്ചയ്ക്ക് പുതിയ വീടിന്റെ ഉള്ളൊക്കെ നനച്ചു കൊടുക്കാനുള്ള പണി ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ആ ഒരു പണിയൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരുന്നതും സമയം വൈകുന്നേരമായി. പക്ഷെ വൈകുന്നേരത്തെ പഴങ്ങൾക്ക് പകരം ഏതെങ്കിലും പഴത്തിന്റെ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ച് ഞാനൊരു ജ്യൂസ് കടയിൽ പോയിരുന്നു ഒരു മുസംബി ജ്യൂസ് വാങ്ങി കുടിച്ചു വൈകുന്നേരം. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ രാത്രിയായി. ഇന്ന് രാത്രി ഞാൻ കഴിക്കാൻ വേണ്ടി പഴംപൊരി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി സന്തോഷേട്ടന്റെ കടയിൽ പോയി 1 കിലോ പഴമൊക്കെ വാങ്ങിട്ട് വന്നു. പക്ഷെ പ്രശ്നം എന്താണ് പറഞ്ഞാൽ എനിക്ക് പഴംപൊരി ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാങ്ങിട്ട് വന്ന പഴത്തിനെയൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം പഴത്തിനെയൊക്കെ എണ്ണയിലിട്ട് ഇതുപോലെ പൊരിച്ചെടുത്തു. ഏകദേശം ഇതിന്റെ ടേസ്റ്റും പഴംപൊരി പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഈ ഒരു പഴം കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.